നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്വത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിൻ, കീബോർഡ്, ഗിറ്റാറ്, വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിക. രണ്ട് കൈകൾ കൊണ്ടും പിയാനോ സ്റ്റൈലിൽ കീബോർഡ് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാവുന്ന ചില പാഠങ്ങളാണ് ഞാൻ ഈ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇട്ടോ അതിന് മുമ്പത്തെ ഞായറാഴ്ചയും ഇട്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ നിശ്ചയമായിട്ട് ഇത് പ്രയോജനപ്പെടും. നമ്മൾ ഒരു കൈ കൊണ്ട് വായിച്ച് കേൾക്കുന്നതും രണ്ട് കൈ കൊണ്ട് വായിച്ച് കേൾക്കുന്നതും തമ്മിൽ ഒരു പ്രത്യേകമായ ശ്രവണസുഖം രണ്ട് കൈ കൊണ്ടും വായിക്കുമ്പോഴാണ് അതിന് കിട്ടുന്നത്. പിയാനോ സ്റ്റൈലിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള ചില പാഠങ്ങളാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം പാഠമാണ് ഇടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒന്നാം പാഠം ഇട്ടായിരുന്നു. മ്യൂസിക് ലാൻഡ് എന്നാണ് ആ പാഠത്തിൻ്റെ പേര്. അപ്പോൾ ഈ രണ്ടാം പാഠം കാണുന്നവർ ആ ഒന്നാം പാഠം ചെന്ന് കണ്ടിട്ട് വേണം ഈ രണ്ടാം പാഠത്തിലേക്ക് വരാൻ. കേട്ടോ? ഒരു നോട്ട് ബുക്കും പേനയും അടുത്ത് വയ്ക്കുക. ഞാൻ പറയുന്ന നോട്ടുകൾ എഴുതി വെക്കണം. ആദ്യം വലത് കൈക്കാണ് നമ്മൾ നോട്ടുകൾ വായിക്കുന്നത്. പിന്നെ നമുക്ക് ഇടത് കൈക്ക് ഉള്ള നോട്ടുകൾ ഞാൻ പറഞ്ഞു തരാം. അത് എഴുതി വെച്ചിട്ട് പിന്നെ രണ്ട് കൈ കൊണ്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. 4/4 ടൈം സിഗ്നേച്ചറിലാണ് പാഠം പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞ് അത് ഒന്നാമത്തെ ബാറ. 4 അക്ഷരങ്ങൾ കൂടുമ്പോൾ ഒരു ബാർ ഇടണം. അടുത്തത് രീ ഗ മ രി, രണ്ടാമത്തെ ബാറ്. മൂന്നാമത്തെ ബാറ് ഗ മ പ ഗ. നാലാമത്തെ ബാറ് രീ കഴിഞ്ഞിട്ട് 3 ദീർഘം കൊണ്ടിടണം. അപ്പോൾ ഒരു ലൈനായി 4 ബാറുകൾ വരുന്ന ഒരു ലൈനായി. ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ച് ചെയ്യിപ്പിക്കാം. സ രി ഗ സ രി ഗ മ രി ഗ മ പ ഗ രി. മനസ്സിലായോ? ഇനി അടുത്ത ഇതിൻ്റെ രണ്ടാമത്തെ ലൈൻ. ഇത് ഒരു ലൈന്. രണ്ടാമത്തെ ലൈന് നമുക്ക് വായിക്കാം. അത് എഴുതിയെടുക്കാം. സ രി ഗ സ രി ഗ മ രി ഗ മ പ ഗ സ. കഴിഞ്ഞിട്ട് 3 ദീർഘം. മനസ്സിലായല്ലോ? വലത് കൈയുടെ ഇത്രയും നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ട് പിന്നെ ഇത് കുറേ പ്രാക്ടീസ് ചെയ്യണം. വലത് കൈക്ക് എന്ന് വായിച്ചിരിക്കാം. സ രി ഗ സ. അത് സ്ലോയിൽ വായിച്ചാൽ മതി, പിന്നെ ഫാസ്റ്റ് ആക്കാവുള്ളൂ കേട്ടോ. രി ഗ മ രി ഗ മ പ ഗ രി 2 3 4. രണ്ടാമത്തെ ലൈൻ സ രി ഗ സ രി ഗ മ രി ഗ മ പ ഗ സ 2 3 4. വലത് കൈയുടെ അത്രയുള്ള 8 ബാറുകൾ വരുന്നുണ്ട് 2 ലൈനോട്. ഇനി നമുക്ക് ഇടത് കൈ നോക്കാം. ഇടത് കൈക്കുള്ള സെപ്പറേറ്റ് എഴുതി വയ്ക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഇടത് കൈയിൽ നോട്ടുകൾ എഴുതുമ്പോൾ ഈ നോട്ടുകൾക്ക് അടിയിൽ ഒരു കുത്തിടുന്ന നല്ലതായിരിക്കും. കാരണം ഇത് വലത് കൈയുടെ ആണോ ഇടത് കൈയുടെ ആണോ തിരിച്ചറിയാൻ വേണ്ടി ഇടത് കൈക്കുള്ള നോട്ടുകൾക്ക് അടിയിൽ കുത്തിട്ട് വയ്ക്കുക. ഓരോ അക്ഷരത്തിൻ്റെ താഴെ കുത്തിടുക. അപ്പോൾ ഇവിടെ ഞാൻ ഇടത് കൈയുടെ പറയാൻ പോകണ്ട. സ ഒരു ബാറ്. അടുത്തത് പ. അത് കഴിഞ്ഞിട്ട് സ
ഇവിടെ കിട്ടിയ ഒന്നുകൂടെ വായിക്കാം. സ ഇങ്ങനെ ഓർഡറിലാണ് 5 അക്ഷരങ്ങൾ വരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഓർഡറിൽ തന്നെയാണ് നമ്മുടെ ഫിംഗർ പോകുന്നത്. അടുത്തത് വരുന്നത് മനസ്സിലായോ? ഇടത് കൈക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഗ കഴിഞ്ഞ് ഒരു ദീർഘമുണ്ട്, സ കഴിഞ്ഞ് ദീർഘം വരുന്നുണ്ട്. സോറി, ഇതാണ് ഇടത് കൈക്കുള്ള നമ്മുടെ എക്സർസൈസ് എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടെ എങ്ങനെ വായിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇത് ഇടത് കൈയുടെയും കുറേ പ്രാവശ്യം വായിക്കണം. ഇടത് കൈക്ക് വലത് കൈ നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇടത് കൈയും അതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഇനി നമ്മൾ 2 കൈ കൊണ്ട് എങ്ങനെ വായിക്കുന്നത്. അപ്പോൾ ഇടത് കൈയുടെ ആദ്യം നമ്മൾ വെച്ച സാ 4 ബീറ്റാണ് വരുന്നത്. ആ സമയത്ത് ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങൾക്ക് എന്ന് വായിക്കണം. പിന്നെ ഇടത് കൈക്ക് പാ വരുമ്പോൾ നിങ്ങൾ വായിക്കേണ്ടത് അത്ര നേരം അവിടെ അമർത്തി പിടിക്കണം കേട്ടോ. പാ 4 ബീറ്റ്. അതുകൊണ്ട് പിന്നെ വരുന്നത് വായിക്കുമ്പോൾ സാ വരും, ഒരു ഗ വരും. പിന്നെ രീന്ന് വായിക്കുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡില് അപ്പൊ ഞാനിത് രണ്ടും കൂടെ ഒന്നുകൂടെ വായിച്ച് കാണിക്കാം. സോറി. കിട്ടിയ ഇപ്പൊ നമ്മൾ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലൈൻ വായിക്കുമ്പോൾ ഗ 2 ബീറ്റ്. എന്നാൽ നമ്മളിവിടെ പിന്നെ വരുന്നത് പിന്നെ ആ പാവണം. സാന്ന് വായിക്കുമ്പം ലെഫ്റ്റ് ഹാൻഡില് ഇവിടെ കിട്ടിയ. അപ്പം അതാണ് ഈ പാഠത്തിലെ 2 ലൈനുകൾ എന്ന് പറയുന്നത്. ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ അത് ഞാൻ പരിഹരിച്ച് അടുത്ത ക്ലാസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്തു തരാം. അപ്പോൾ ഇത് നിങ്ങൾ നല്ലതായിട്ട് കാണുക, പഠിക്കുക. ഓടി വന്ന് പെട്ടെന്ന് ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ഷമയോടുകൂടി പല ആവർത്തി വലത് കൈ നന്നായ രീതിയിൽ വലത് കൈ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇടത് കൈ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് 2 കൈ കൊണ്ട് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് സരിക. അടുത്ത ഞായറാഴ്ചയും 3ാമത്തെ പാഠം ഉണ്ടായിരിക്കുന്നതാണ്.